യു.ഡി.എഫിന്റെ വിപുലീകരണം തുടക്കത്തിലെ പാളി. മുൻപ് എൻ.ഡി.എയിലായിരുന്ന കാമരാജ് കോൺഗ്രസിനെ യു.ഡി.എഫ് ഘടകകക്ഷിയാക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാദം തള്ളി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. താൻ യു.ഡി.എഫിന് അപേക്ഷ നൽകിയെന്നത് തെറ്റായ കാര്യം. യു.ഡി.എഫിന്റെ ഭാഗമാകുമെന്ന വാർത്ത അറിയുന്നത് മാധ്യമങ്ങൾ വഴിയാണെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളോട് കാണിക്കുന്ന സമീപനം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല, ഈ വിഷയത്തിലുള്ള ഡിസ്കഷൻ നടന്നിട്ടേ ഇല്ല. ഞാൻ ഇപ്പോൾ ചാനലിൽ കൂടി കണ്ടത്, നിങ്ങളുടെ ഏതൊരു ചാനലിലാണ് കണ്ടത്, ഇങ്ങനെ കത്ത് തന്നു, ഇങ്ങനെ അപേക്ഷ നൽകി, അതിന് പ്രകാരം ചർച്ച ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഞാൻ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. ചാനലിൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, എൻ.ഡി.എയിലും കേട്ടോട്ടെ. അവർ ഈ ഘടകകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, തങ്ങൾ സർവ സ്വീകാര്യരായി മാറി എന്ന ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ വഴിയിൽ കാണുന്നവരെയൊക്കെ യു.ഡി.എഫിൻ്റെ ഘടകകക്ഷികളാക്കാനുള്ള ഒരു നീക്കം യു.ഡി.എഫിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഇപ്പോൾ എൻ.ഡി.എയുടെ വൈസ് ചെയർമാനാണ് താനെന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത്. അങ്ങനെ ഒരാളെ കഴിഞ്ഞ തവണ കോവളം നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിച്ച വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഇപ്പോൾ യു.ഡി.എഫിലേക്ക് എടുക്കാൻ ഇന്ന് കൊച്ചിയിൽ ചേർന്ന യു.ഡി.എഫ് ഉന്നതാധികാര സമിതി തീരുമാനിക്കുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ച് ചന്ദ്രശേഖരൻ പറയുന്നത്? ഷമി, എന്തായാലും കൊച്ചിയിൽ വി.ഡി. സതീശൻ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം അത് നിയമസഭയിലും തുടരണം, അതിനുവേണ്ടി ഘടകകക്ഷികളെ വിപുലപ്പെടുത്തി യു.ഡി.എഫ് വിപുലപ്പെടുത്തുകയാണ്, ഘടകകക്ഷികളെ ഉൾപ്പെടുത്തി യു.ഡി.എഫ് വിപുലപ്പെടുത്തുകയാണ് എന്നതാണ് കൊച്ചിയിൽ വി.ഡി. സതീശൻ പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞതിന് പിന്നാലെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എൻ.ഡി.യുടെ വൈസ് ചെയർപേഴ്സൺ രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ മുന്നണിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട ഒരു കത്തും അല്ലെങ്കിൽ ഒരു ആവശ്യവും ഇത്തരത്തിൽ യു.ഡി.എഫിന് മുന്നിൽ വെച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് വിധേനയും അധികാരത്തിലെത്താൻ ഏത് മതരാഷ്ട്ര ആളുകളെയും ഏത് വിധേനയും അധികാരത്തിലെത്താം, അതിൽ ആരെയും കൂട്ടുപിടിക്കാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് യു.ഡി.എഫ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളെയും കൂട്ടുപിടിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് യു.ഡി.എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നേരത്തെ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു കാര്യം കണ്ടതാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ എൻ.ഡി.എയുടെ ഘടകകക്ഷിയായിട്ടുള്ള വി.ഡി.എസ്.പി എന്ന് പറയുന്ന കാമരാജ് കോൺഗ്രസിന് ഇത്തരത്തിൽ യു.ഡി.എഫിലേക്ക് എടുത്തു എന്നുള്ള വി.ഡി. സതീശന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എൻ.ഡി.എയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അതിനൊപ്പം തന്നെ വി.എസ്.പി എന്ന് പറയുന്നത് ഇത്തരത്തിൽ എൻ.ഡി.എയുടെ ഘടകകക്ഷിയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ ഇത്തരത്തിൽ എൻ.ഡി.എക്കെതിരെ ബി.ജെ.പിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നെങ്കിൽ അത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ താൻ പറഞ്ഞിട്ടുണ്ട്, അത് പാർട്ടിയിൽ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരം അതൃപ്തികൾ ഉണ്ടെങ്കിലും താൻ ഇപ്പോഴും എൻ.ഡി.എയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. താനോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിൽ യു.ഡി.എഫിൽ ചേരണമെന്നുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം എന്നുള്ള കാര്യമാണ് ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. താനോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ താനോ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരാളോ ഇത്തരത്തിൽ ഒരു കാര്യം അപേക്ഷിച്ചുകൊണ്ട് യു.ഡി.എഫിന് കത്ത് നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എൻ.ഡി.യുടെ വൈസ് ചെയർപേഴ്സൺ ആണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അങ്ങനെ ഒരാളിനെ എങ്ങനെയാണ് യു.ഡി.എഫിലേക്ക് ക്ഷണിച്ചത്, യു.ഡി.എഫിന്റെ ഘടകകക്ഷിയാക്കി മാറ്റിയത് എന്നുള്ള കാര്യം അത് വി.ഡി. സതീശൻ പറയേണ്ടതാണ്. വി.ഡി. സതീശന്റെ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അരമണിക്കൂർ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും തള്ളിക്കൊണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് വിധേനയും അധികാരം ലഭിക്കുക, അധികാരത്തിന് വേണ്ടി ഏത് വർഗീയ ആളുകളെയും വർഗീയ പ്രസ്ഥാനങ്ങളെയും
കൂട്ടുപിടിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് UDFന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, അതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ ഘടകകക്ഷി വിപുലീകരണം നടത്തിയതെന്നാണ് VD സതീശൻ മാധ്യമങ്ങളെ ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് മുന്നണിയിലെ പ്രശ്നങ്ങൾ അത് നേരത്തെ മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. പക്ഷേ അപേക്ഷകളോ അല്ലെങ്കിൽ മുന്നണിയിൽ ചേരണം എന്നുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുള്ളത്. NDAയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ അത് നിലവിലുള്ള പ്രസിഡന്റ് അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ള കാര്യവും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും VD സതീശന്റെ ഈ മുന്നണി പ്രവേശനം, അത് കാമരാജ് കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം, അതിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. VD സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് തള്ളിയിട്ടുണ്ട്. താൻ അത്തരത്തിലൊരു കത്തും UDFന് നൽകിയിട്ടില്ല, UDFന്റെ നേതാക്കൾക്കൊന്നും അത്തരത്തിലുള്ള ഒരു കത്ത് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സുലേഖ, വിഷ്ണുപുരം ചന്ദ്രശേഖരനെ സംബന്ധിച്ച് BJPയുമായി ഏറെക്കാലമായി അടുപ്പം പുലർത്തുന്ന അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ അയാളോട് ചോദിക്കാതെ, അയാളൊരു അപേക്ഷ നൽകാതെ, അയാളുമായിട്ട് മറ്റ് യാതൊരു തലത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാതെ നേരെ UDFൽ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്തൊരു നാണം കെട്ട രാഷ്ട്രീയമാണ് UDF കൈകാര്യം ചെയ്യുന്നത്. ആരായാലും പോരട്ടെ എന്ന നിലപാടിലേക്ക് UDFന്റെ ആ ഒരു രാഷ്ട്രീയ മനോഭാവം മാറിയെന്നാണോ? തീർച്ചയായും ഷമി, അത് തന്നെ നമുക്ക് കാണേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് വിധേനയും അധികാരം കയ്യിലെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്, ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഏത് വിധേനയും അധികാരം ലഭിക്കാൻ വേണ്ടി ഏത് വർഗീയ പാർട്ടികളെയും കൂട്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇത്തരത്തിൽ UDFന് പിന്നിലുള്ളത്. UDFന്റെ ഘടകകക്ഷി വിപുലീകരണം അത്തരത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഒരു കൂട്ടുകെട്ട്, അതിനു പിന്നാലെയാണ് ഇപ്പോൾ NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള കാമരാജ് കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷിയാക്കി എന്നുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം UDFന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, താൻ ചെറുപ്പം തൊട്ടേ ഇത്തരത്തിൽ RSS സ്വയം സേവകനായിട്ടുള്ള RSS പ്രവർത്തകരാണ്, മരണം വരെ അത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഏത് സീറ്റ് നൽകിയാലും അതിലൊന്നും മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല, സ്വയം സേവകനായി തന്നെ ആയിരിക്കണം തന്റെ മരണം എന്നുള്ളതാണ് ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് UDFയിലേക്ക് ക്ഷണിച്ചത് അല്ലെങ്കിൽ UDFന്റെ ഘടകകക്ഷിയാക്കി മാറ്റിയത് എന്നുള്ള കാര്യം അത് VD സതീശൻ തന്നെ വ്യക്തമാക്കേണ്ടുന്ന ഒരു സാഹചര്യം അത് നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് VD സതീശനും UDFനും ഇന്ന് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ അല്പസമയം മുൻപ്, അതായത് അരമണിക്കൂർ മുൻപാണ് കൊച്ചിയിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട VD സതീശൻ വ്യക്തമാക്കിയത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അതിനൊപ്പം തന്നെ CK ജാനു, PV അൻവർ എന്നിവർ UDFന്റെ ഘടകകക്ഷികളായി മാറുന്നു എന്നുള്ള കാര്യം. അതിന് പിന്നാലെ അരമണിക്കൂർ കഴിഞ്ഞ ഇത്തരത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ VD സതീശന്റെ ആരോപണങ്ങളൊക്കെ തന്നെയും തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നു. താൻ ഒരിക്കലും UDFയിലേക്ക് പോകില്ല, UDFയിൽ തനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് UDFയിലേക്ക് പോകേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി യാതൊരു അപേക്ഷയും തനിക്ക് നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. VD സതീശൻ പറഞ്ഞതനുസരിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാമരാജ് കോൺഗ്രസ് ഇത്തരത്തിൽ UDFയിൽ ചേരുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയിരുന്നു, എന്നാൽ അത്തരത്തിലുള്ള ഒരു അപേക്ഷയും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. താനോ പാർട്ടി നേതൃത്വത്തിലുള്ള മറ്റേതെങ്കിലും പ്രവർത്തകനോ ഇത്തരത്തിലുള്ളൊരു അപേക്ഷയോ കത്തോ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം, അത് പുറത്തുവിടാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും UDF പ്രവേശനം അത് നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഷമി, സുലേഖ, ഒന്നാലോചിച്ച് നോക്കൂ, UDFന് എന്തൊരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതിലുപരി UDF നേതൃത്വം എത്ര അപക്വമായാണ് ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇവരാണ് കേരളം ഭരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഒരു കക്ഷിയെ മുന്നണിയിലെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു പറ്റം ആൾക്കാരിരിക്കുന്ന ഒരു സംവിധാനമായി UDFന്റെ ഉന്നതാധികാര സമിതി മാറുകയാണ്. അവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ആരോ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ UDFൽ എടുത്തിരിക്കുന്നു എന്ന്.
അദ്ദേഹം എണീറ്റ് ഓടി വന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്, ഞാൻ UDF-ലേക്ക് പോകുന്നില്ല, ഞാൻ NDA-യുടെ വൈസ് ചെയർമാനാണ്, ഞാൻ RSS-കാരനാണ്, ഞാൻ മരിക്കുന്നവരെയും RSS-കാരനായിരിക്കും. അങ്ങനെ ഒരാളെ UDF-ൻ്റെ ഘടകകക്ഷിയാക്കാൻ തീരുമാനിക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ UDF മാറുന്നു. സുലേഖ, തീർച്ചയായും ഷമി, ഇത് തന്നെയാണ് ഇത്തരത്തിൽ UDF-ന് ഇനി മുന്നിലുള്ളത് അധികാരം ലഭിക്കുക, അധികാരം നേടുക എന്നുള്ളൊരു ലക്ഷ്യം അത് മുന്നിൽ കണ്ടാണ് UDF നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ഏത് വർഗീയ പാർട്ടിയെയും കൂട്ടുപിടിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അടക്കം, എന്നുള്ള അവസ്ഥയിലേക്ക് അടക്കം UDF കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു വശത്ത് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ആണെങ്കിൽ മറുഭാഗത്ത് RSS-നെ കൂട്ടുപിടിക്കുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ UDF-ന്റെ ഘടകകക്ഷിയാക്കി മാറ്റാനുള്ള തീരുമാനത്തെയും നമുക്ക് നോക്കിക്കാണേണ്ടി വരും എന്നുള്ളത് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് വിധേനയും അധികാരം ലഭിക്കാൻ വേണ്ടി ആരെയും കൂട്ടുപിടിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് UDF കടക്കുന്നു. UDF-ന്റെ രാഷ്ട്രീയപരമായ അവരുടെ പക്വതയില്ലായ്മയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ UDF പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ മാറുകയാണ്.